നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ടക്കുമി മിനാമിനോ വറ്റാരു എൻഡോ മിത്തോമ 3 സുപ്രധാന താരങ്ങൾ പരിക്കേറ്റ് നഷ്ടമായതാണ് ജപ്പാന്. എന്നിട്ടും ഈ വേൾഡ് കപ്പിൽ അവരവരുടെ പോരാട്ട വീര്യം പുറത്തെടുക്കുമ്പോൾ നെതർലൻഡ്സിനെ പോലൊരു ടീമിന് അവരെ മറികടക്കാൻ പറ്റുന്നില്ല. യെസ്, ജപ്പാൻ ഈ വേൾഡ് കപ്പിൽ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. നെതർലൻഡ്സിനെ അവർ 2-2 സമനിലയിൽ പിടിച്ചിരിക്കുന്നു. നെതർലൻഡ്സിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് സമോവിലും വെർജിൽ വാൻ ഡൈക്കുമായിരുന്നു. മറുഭാഗത്ത് നക്കാമുഴയും കമാഡയുമാണ് ജപ്പാൻ്റെ ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ നെതർലൻഡ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ ഗാക്പോ, മാലൻ, സമോവിൽ എന്നിവരൊക്കെയാണ് ഇറങ്ങിയത്. മറുഭാഗത്താവട്ടെ യുവയുടെയും ടക്കേഫൂസ കുബോയും അതുപോലെ മായതയും ഒക്കെ ചേർന്നുകൊണ്ട് ജപ്പാൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയിൽ കട്ടക്ക് കട്ട എന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആദ്യ പകുതി കഴിയുമ്പോൾ ഗോൾ രഹിതം. രണ്ടാം പകുതിയിൽ 57-ാമത്തെ മിനിറ്റിൽ വാൻഡൈക്കിൻ്റെ ഗോള്, ഗ്രാവൻബേഷിൻ്റെ അസിസ്റ്റ്, വാൻഡൈക്കിൻ്റെ ഗോൾ, ഒരു ലിവർപൂൾ ഗോള്. അങ്ങനെ നെതർലൻഡ്സ് ലീഡെടുത്തതാണ്. എന്നാൽ തൊട്ടു പിന്നാലെ 57-ാമത്തെ മിനിറ്റിൽ നക്കാമുറയുടെ ഗോളിലൂടെ ജപ്പാൻ ഒപ്പം പിടിച്ചു. പിന്നെ 64-ാമത്തെ മിനിറ്റിൽ മികച്ചൊരു ഫിനിഷിങ്ങിലൂടെ സമോവിൽ വീണ്ടും നെതർലൻഡ്സിനെ മുന്നിലെത്തിച്ചതാണ്. എന്നാൽ കളിയുടെ അവസാന ഘട്ടത്തിൽ കമാഡയുടെ ഗോളിലൂടെ 89-ാമത്തെ മിനിറ്റിൽ ജപ്പാൻ സമനില പിടിക്കുകയായിരുന്നു. ഈ വേൾഡ് കപ്പിൽ ലൈറ്റ് ഡ്രാമകൾ തുടരുകയാണ്. അവസാന ഘട്ടത്തിൽ മത്സരം തിരികെ പിടിക്കുകയും ഗതി മാറുകയും ഒക്കെ ചെയ്യുന്നത് തുടരുന്നു. അതുപോലെ ഏഷ്യൻ ടീമുകൾ മികച്ച പ്രകടനം തുടരുകയാണ്. ഇതുവരെ ഏഷ്യൻ ടീമുകളൊന്നും, AFCയിൽ നിന്നുള്ള ടീമുകളൊന്നും പരാജയപ്പെട്ടിട്ടില്ല. സൗത്ത് കൊറിയ വിജയിച്ചു, ഖത്തറാവട്ടെ സമനില പിടിച്ചു സ്വിറ്റ്സർലൻഡിനെതിരെ. അതിനുശേഷം AFCയിൽ നിന്നുള്ള ടീമായ ഓസ്ട്രേലിയ തുർക്കിയെ പരാജയപ്പെടുന്നത് കണ്ടു. ഇപ്പോഴിതാ ജപ്പാൻ നെതർലൻഡ്സിനെ സമനിലയിൽ പിടിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.